ഓരോ പ്രവാസിയുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓരോ വെക്കേഷനും. ഇറ്റ്സ് അവർ ടൈം. ദാ ആ തുള്ളി കളിക്കുന്ന കുഞ്ഞുപുഴുവിൻ്റെ സഹായം കൊണ്ട് വന്നതും ക്യൂ നിന്നതും ലഗേജ് ഇട്ടതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും അവന് ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കേറ്റ് തപ്പി ഇറങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ചു ഒരു ഹായ് പറയൂ എന്നുള്ള പറഞ്ഞ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫോൺ കണ്ട അവനത് അപ്പം തട്ടിപ്പറിക്കും. എന്തായാലും വെയിറ്റിംഗ് ഏരിയയിൽ ഞങ്ങളെത്തി. അച്ചു എന്നെ തെക്ക് വടക്ക് ഓടിച്ചു. 1-2 മണിക്കൂർ എന്നെ ഇട്ട് ഓടിച്ചിട്ട് അച്ചു കറക്റ്റ് പോവാൻ നേരമായപ്പോൾ കിടന്ന് ഉറങ്ങി അങ്ങ് സഹായിച്ചു. തുത്തു കുറേ നേരം ടാബിലൊക്കെ ഗെയിം കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ അച്ചുവും മറു കയ്യിൽ ലഗേജുമായി ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ സീറ്റ് കണ്ടെത്തി. സീറ്റിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴാണ് അച്ചു എഴുന്നേറ്റത്. വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ സീറ്റും ഒരു സെപ്പറേറ്റ് സീറ്റുമായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത്. അച്ചു വന്നിരുന്ന പാടെ സ്ക്രീനിലൊക്കെ തോണ്ടാൻ തുടങ്ങി. തുത്തു സെപ്പറേറ്റ് സീറ്റിലാണ് ഇരുന്നത്. ക്യാപ്റ്റൻ്റെ വെൽക്കം അനൗൺസ്മെൻറ്റ് വന്നു. ഇത് ഒരു റോയിൽ 7 സീറ്റുള്ള വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് എയർ ഹോസ്റ്റസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വീഡിയോയിലാണ് കാണിച്ചത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ മാത്രം ലൈറ്റ് കത്തി കിടക്കുന്നു. ഞാൻ കുറേ തപ്പി അതിൻ്റെ സ്വിച്ച് എവിടാന്ന്. സത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഈ മഹത് വ്യക്തി കുത്തിക്കളിക്കുന്ന സ്ക്രീനിൻ്റെ അങ്ങേയറ്റത്താണെന്ന്. കാല് പിടിച്ചിട്ടാണ് അവനെ കൊണ്ടത് ഓഫ് ചെയ്തത്. പിന്നെ അവനതൊരു കളിയായി. ഓഫാക്കുന്നു, ഓണാക്കുന്നു, ഓഫാക്കുന്നു, ഓണാ. ഈ അഭ്യാസങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. പിന്നീട് എൻ്റെ അധ്വാനം മുഴുവൻ അച്ഛനെ ഉറക്കുക എന്നുള്ളതായിരുന്നു. എന്നാലല്ലേ എനിക്ക് ആത്മാർത്ഥമായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അച്ഛനും സെപ്പറേറ്റ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും ഞാൻ തന്നെയാണ് കഴിച്ചത്. ചിക്കനും റൈസുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു, ഒരു ബണ്ണും ഒരു ബട്ടറും ഉണ്ടായിരുന്നു. വലിയ തരക്കേടില്ലാത്ത ഫുഡായിരുന്നു. പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടായിരുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു കോഫി അങ്ങോട്ട് കുടിച്ചു. കണ്ട ക്രീമറൊക്കെ വാരിയിട്ടു. പിന്നെ അതിൻ്റെ കയ്പൊന്ന് മാറ്റിയെടുക്കാൻ എൻ്റെയും തുത്തുവിൻ്റെയും അച്ചുവിൻ്റെയും വരെ ഷുഗർ അതിനകത്തോട്ട് എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ നന്നായി കിടന്നൊന്ന് ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ കണ്ട മനോഹരമായൊരു കാഴ്ചയാണിത്. അത് നോക്കി കുറേ നേരം ഞാനിരുന്നു. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ആകാശത്ത് എന്താണ്, മേഘങ്ങളിൽ തൊടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നില്ലേ? അതൊക്കെ കയ്യെത്തി പിടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അനുഭവിക്കുന്നവർക്കേ അതറിയൂ. ഇതിനിടയിൽ എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയി. പിന്നെ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് എഴുന്നേറ്റത്. പിന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു, റെഡിയായിരുന്നു. പതിയെ പതിയെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ താഴെ അവ്യക്തമായി നമുക്ക് നമ്മുടെ നാട് കാണാമായിരുന്നു. അതൊരു ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ്. ഈ നോക്കൂ, ഈ പുൽമൈതാനി കാണുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും ഒരു പ്രവാസിയായതിനു ശേഷം ഒന്ന് ലാൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ ഒരു സന്തോഷം. എന്തായാലും സേഫായി ഞങ്ങൾ ലാൻഡ് ചെയ്തു. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായി നടന്നു. ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി. ഇതാ നോക്കൂ, അതാണ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. പുറത്തിറങ്ങിയതിന് ശേഷം ഇതെല്ലാം നോക്കി ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ലഗേജ് എല്ലാം കളക്ട് ചെയ്തു. പിന്നെ 2 വീട്ടിലേക്കും ഓരോരോ കുപ്പിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളൊരു ടാക്സി വിളിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. കാരണം വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കണമെന്നൊരു പ്ലാൻ പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങൾ ഇറങ്ങി. പോരുന്നതിനിടയിൽ അച്ചു 5-6 പ്രാവശ്യം ഛർദ്ദിച്ചു. അത് കൂടപ്പിറപ്പായതുകൊണ്ട് കുഴപ്പമില്ല. അമ്മാമ്മേനെ ഞെട്ടിക്കാൻ തുത്തു ഓടി പുറത്തോട്ട് ഇറങ്ങി. വലിയ സർപ്രൈസൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. അമ്മ ഓടി വന്ന് കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എൻ്റെ കെട്ടിയവന് തീരെ അറിഞ്ഞുകൂടാ. വരുന്ന സമയവും നാളും കാലവും എല്ലാം വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മി ഓൾറെഡി മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർഡായിരുന്നു. പിന്നെ ഈ ക്ഷീണമെല്ലാം ഞാൻ കുറച്ച് ചപ്പാത്തിയും ചിക്കനും അതിന് ശേഷം ചക്കയും ചിക്കനും ഒക്കെ കഴിച്ച് തീർത്തു. ഇനി നാട്ടിലെ കാഴ്ചകൾ.